ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. ഇനിയിപ്പൊ കണ്ണൻ അവളെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ നിർത്തില്ല. ഉറപ്പായിട്ടും അവൻ അവളെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് വരും. പിന്നെ അവന്റെ ജീവിതത്തില് ഒരു പെണ്ണില്ല. ഇനി കല്യാണത്തിനായിട്ട് ആരും കണ്ണേട്ടനെ നിർബന്ധിക്കുകയും ചെയ്യരുത്. എന്നാലും അവൾ ഇത്രയും സ്വഭാവദോഷമുള്ള ഒരു പെണ്ണാണെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. എടി, അവളും അവളുടെ അമ്മയും ഒക്കെ കുഴപ്പക്കാരികളാ. അത് ആ പ്രതാപന്റെയും അയാളുടെ അമ്മയുടെയും സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ അവർക്കൊന്നും ഇവളെ ഇഷ്ടമല്ലാത്തത്. കണ്ണേട്ടൻ ആകെ അപ്സെറ്റാ. ഈ സംഭവത്തിന് ശേഷം ഒന്ന് പ്രതികരിക്കാൻ പോലും കണ്ണേട്ടൻ തയ്യാറായിട്ടില്ല. അവള് നിരപരാധി ചമയാൻ നോക്കിയെങ്കിലും അവള് മനഃപൂർവ്വം ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയതാണോന്നാ എന്റെ സംശയം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ? അവൾക്ക് കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് കണ്ണേട്ടൻ കളയട്ടെ എന്ന് കരുതിയായിരിക്കും കാമുകൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇങ്ങനെ ഒരുത്തിക്ക് വേണ്ടി 100 പവനല്ലേ കണ്ണേട്ടൻ കൊണ്ടുപോയി കൊടുത്തത്. എടാ, നാളെ അവൻ അവളെ അവിടെ കൊണ്ടുവിടുമ്പോഴേ അതൊക്കെ തിരികെ വാങ്ങിക്കണം. ദേ, ഇവളുടെ കല്യാണം നടക്കാനുണ്ട്. ആ സമയത്ത് ആ ആഭരണങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതൊക്കെ നമുക്ക് ആലോചിക്കാമേ. കരുണ ഇതൊക്കെ കണ്ട ആകെ വിഷമിച്ചിരിക്കായിരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കണ്ണൻ അവളുടെ ഏത് അഹങ്കാരവും സഹിച്ചേനെ. പക്ഷെ ഇത് സഹിക്കില്ല. ഞാൻ ഉണ്ണിയനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ അച്ഛന്മാര് രണ്ടാണെങ്കിലും അമ്മ ഒന്നാണല്ലോ. ആ നിലയ്ക്ക് ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവളെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ പലതും മൂടി വെച്ചത്. നമുക്കിടയില് അങ്ങനെ രഹസ്യങ്ങൾ പാടില്ല കരുണേ. അതെ, പാടില്ല. അതുകൊണ്ട് ഇനി ഉള്ളതങ്ങ് പറയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കായിരുന്നു അവളുടേത്. അവൾക്കൊരു രോഗമുണ്ട്. അതുകൊണ്ടാണോ ഏട്ടനെ കല്യാണം കഴിക്കാൻ അവര് തയ്യാറായത്? രോഗമെന്ന് പറഞ്ഞാലേ അത് ബാഹ്യമായിട്ടുള്ളൊരു അസുഖമല്ല. വൈകല്യം ബാധിച്ചിരിക്കുന്നതേ അവളുടെ മനസ്സിനാ. എന്നുവെച്ചാ അവളൊരു പ്രേമരോഗി ഉണ്ണേട്ടാ. അതും ആത്മാർത്ഥമായ പ്രണയമല്ല. ഒരാളെ കുറച്ചു കാലത്തേക്ക് സ്നേഹിക്കും, അത് കഴിഞ്ഞ് വിട്ടുകളയും. അവരെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. പിന്നെ എന്നെ കണ്ടിട്ടാണോ അങ്ങനെ തോന്നിയത്? എന്ന് ഞാൻ പറഞ്ഞോ? എന്റെ ഉണ്ണിയേട്ടാ, നിങ്ങളുടെ ചേട്ടന് കുഴപ്പമുള്ളതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് വന്ന് ഞങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയലത്തുകാരും നാട്ടുകാരും ഒന്നേ പറയത്തുള്ളായിരുന്നു, അനിയത്തി എടുത്തോ മറ്റവളെ അങ്ങ് വിട്ടുകളയാൻ. ഉണ്ണേട്ടാ, വഴിപഴിച്ചൊരു പോക്കായിരുന്നു അവളുടേത്. അതറിയാവുന്നതുകൊണ്ടാ എന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി കണ്ണേട്ടനെ പോലൊരാളെ അവൾക്ക് വേണ്ടി കണ്ടെത്തിയത്. അവളെ സംബന്ധിച്ചിടത്തോളം അരയ്ക്ക് താഴോട്ട് തളർന്ന ഭർത്താവേ അവക്കൊരു പ്രശ്നമല്ല. ദേ, ഇന്ന് വന്നവനെ പോലെ കാമുകന്മാർ ഒരുപാടുണ്ട് അവളെ കാത്ത് പുറത്ത്. അവരങ്ങനെ ഒരു സ്വഭാവത്തിന് ഉടമയാണെങ്കിൽ ഈ വീട്ടിൽ അവർക്ക് അധികം ആയുസ് കാണില്ല. കണ്ണേട്ടൻ തന്നെ അവര് പറഞ്ഞു വിട്ടോളൂ. ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞെന്നേ ആരോടും പറയല്ലേ. എന്റെ ഉണ്ണിയേട്ടനിൽ നിന്നും ഇതൊന്നും മറയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അത് നന്നായി. അതുകൊണ്ട് അവരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയല്ലോ. ഏതായാലും താമ, നമുക്ക് കിടക്കാം. അവളുടെ മനസ്സ് പോലെ തന്നെയാ അവളുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത്. ഓർമ്മ വച്ചപ്പോഴേ സ്വന്തം അച്ഛനങ്ങ് പോയല്ലോ. എല്ലാം ജാതകദോഷം ഉണ്ണേട്ടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.